ഞങ്ങൾക്ക് കോൺഗ്രസിനോട് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും RSSനെതിരായ പോരാട്ടത്തിൽ സർവ്വ മനുഷ്യരെയും ഒരുമിച്ച് നിർത്തണമെന്ന അഭിപ്രായമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത്. പക്ഷെ അതിനിടയിൽ വെള്ളം കോരാനും വിറക് വെട്ടാനും ചേർന്ന ചില ആളുകളുണ്ട്. അതില്ലാന്ന് ഞങ്ങൾക്ക് പറയാൻ വയ്യ. ഞാൻ മലപ്പുറത്ത് നിന്നാ വരുന്നു. പക്ഷെ സമരം പുറപ്പെട്ട് അവസാനിപ്പിച്ചപ്പോഴല്ലേ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്. വിളിച്ച മുദ്രാവാക്യമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, നടത്തിയ പ്രസംഗങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി. ആ സമരം കണ്ടാൽ തോന്നും വഖഫ് വഖഫ് അമെന്റ്മെന്റ് നിയമം പാസാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. അതിനകത്ത് ചില ചിത്രങ്ങൾ പിടിച്ചിരുന്നു. ലോകത്തിലെ അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിരോധിക്കപ്പെട്ട മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരായ അസദുൽ ബെന്ന ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ തീവ്രവാദത്തിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ നേതാക്കന്മാരുടെ ഫോട്ടോ പിടിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് സമരം നടത്തിയത്. ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കളോട് ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ സമരത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു? വഖഫ് നിയമത്തിനെതിരായി മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു വലിയ മഹാറാലി നടത്തി. സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തിയ പ്രസംഗത്തിലെ ചില വാചകങ്ങൾ നാം ഓർക്കേണ്ടതാണ്. അവിടെ വിളിച്ച മുദ്രാവാക്യം നാം ഓർക്കേണ്ടതാണ്. ചെത്തുകാരന്റെ മകനായ പിണറായി വിജയ, സ്ത്രീധനം കിട്ടിയതല്ല ഈ കേരളം നിങ്ങൾക്ക്. ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ, കയ്യും കാലും ഞങ്ങൾ വിട്ടു. ആർക്കെതിരെ? സഖാവ് പിണറായി വിജയനെതിരെ. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, വഖഫ് നിയമം പാസാക്കിയത് പിണറായി വിജയനാണ്. കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് വഖഫ് നിയമവുമായി എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബന്ധം? വഖഫ് നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത് RSSും സംഘപരിവാറും കേന്ദ്ര ഗവൺമെന്റും. അതിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ മതേതര ശക്തികളെല്ലാം ഒരുമിച്ചിരുന്ന് എതിർക്കുന്നു. കേരളത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും നടത്തുന്ന സമരത്തിൽ RSSനെയും സംഘപരിവാറിനെയും ഒരു വാക്കുപോലും നോവിക്കാതെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിന്റെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ മുദ്രാവാക്യം വിളിക്കുകയും പ്രകോപനപരമായി പ്രസംഗിക്കുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിൽ പ്രസംഗിച്ചത് യുപിയിലെ യോഗി ആദിത്യനാഥിന്റെ പോലീസും കേരളത്തിലെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ പോലീസും ഒന്നാണ് എന്നാണ്. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ, SDPIയുടെ, മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്താ? മാറാടുണ്ടായതാണ് ഈ കേരളത്തിനകത്ത്, തലശ്ശേരി ഉണ്ടായതാണ് ഈ കേരളത്തിനകത്ത്. ആലപ്പുഴയിലും പാലക്കാടും നിങ്ങൾ 24 മണിക്കൂറിനകം മാറി മാറി വെട്ടിനോക്കി. ശബരിമല കാലത്ത് തീപ്പൊരി വീണാൽ ആളിക്കത്തുമായിരുന്ന സാമൂഹിക അന്തരീക്ഷം നിങ്ങൾ ഈ കേരളത്തിനകത്ത് സൃഷ്ടിച്ചു. ഒരു കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് കഴിഞ്ഞ 8 കൊല്ലക്കാലമായി, 8 ആണ്ട് കാലമായി വർഗീയ കലാപത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ ഹിന്ദുവും മുസൽമാനും ജൈനനും ക്രിസ്ത്യനും പാർസിക്കും ഇന്ത്യ മഹാരാജ്യത്തെ ഏത് പാതിരാവിലും ഏത് മതന്യൂനപക്ഷത്തിൽപ്പെട്ടവനും അന്തസ്സോടെ, നേരത്തെ ഞാൻ പറഞ്ഞ മൗലാന അബ്ദുൽ കലാം ആസാദ് പറഞ്ഞ അഭിമാന ബോധത്തോടെ, സുരക്ഷിത ബോധത്തോടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു തെരുവിലൂടെ ഒരു മുസൽമാന് തലയുയർത്തിപ്പിടിച്ചത് അഭിമാന ബോധത്തോടെ, സുരക്ഷിത ബോധത്തോടെ നടന്നു പോകാൻ കഴിയുന്ന ഒരു തെരുവുണ്ടെങ്കിൽ 28 സംസ്ഥാനങ്ങളിൽ അത്യപൂർവമായ തെരുവുകളേ ഉള്ളൂ. അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 8 ആണ്ട് കാലത്തോളം കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ നാടിന്റെ ക്രമസമാധാനം പാലിക്കപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിന്റെ തെരുവാണ് എന്ന് അഭിമാനബോധത്തോടെ ഇടതുപക്ഷം പറയുന്നിടത്താണ് ജമാഅത്തും മുസ്ലിം ലീഗും ഈ രാജ്യത്തെ SDPIയും പോപ്പുലർ ഫ്രണ്ട്കാരനും ഇടതുപക്ഷത്തിന്റെ മേലെ കുതിര കയറാൻ വഖഫ് ബോർഡിന്റെ പ്രശ്നത്തിൽ വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി RSSുമായി 2023 ജനുവരി മാസത്തിൽ ഔദ്യോഗികമായി അവർ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം രഹസ്യ ചർച്ച നടത്തിയ പാർട്ടിയാണ്. വിവാദമായപ്പോൾ പുറത്തുവിട്ടു. മാധ്യമം പത്രത്തിൽ നിങ്ങൾ ലേഖനം എഴുതി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന്. എന്തിനാ? RSSന് ഈ കേരളത്തിൽ ആയുധം കൊടുക്കാനുള്ള വല്ല അജണ്ടയും വല്ല ഉത്തരവാദിത്വവും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇടതുപക്ഷത്തിന് കൃത്യമായി പറയാൻ കഴിയും, ഈ രാജ്യത്ത് RSSനെയും സംഘപരിവാറിനെയും എതിരിടാനുള്ള സംഘശക്തിയും ആശയ വ്യക്തതയുമുള്ള ഇടതുപക്ഷത്തിന് അതേ ആയുധം കൊണ്ട് അതേ നിലവാരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ന്യൂനപക്ഷ തീവ്രവാദത്തെയും എതിരിടാനുള്ള ചങ്കുറപ്പും ധൈര്യവും ഈ കേരളത്തിൽ ഞങ്ങൾക്കുണ്ട്.
ഉണ്ട് എന്ന് സംശയലേശ്യമെന്നെ ഞങ്ങൾക്ക് പറയാം. ബാബരി മസ്ജിദിന്റെ തങ്കമിനാരങ്ങൾ തച്ച് തകർത്തപ്പെട്ടപ്പോ ഇന്ത്യയിലെ പരശതം വരുന്ന മനുഷ്യരുടെ ഹൃദയവികാരമാണ് തകർത്തെറിഞ്ഞത്. 92 ഡിസംബർ 6 തണുത്ത പ്രഭാതത്തിൽ അയോധ്യയുടെ വിരിമാറിലേക്ക് 10,000 വരുന്ന കർസേവകരാണ് സർവായുധ വിഭൂഷിതരായി കടന്നു വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 14 ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന നേതാവ്, ഒരു ഭാഷയിൽ പോലും എതിരായ അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പട്ടാളക്കാരനോട് തോക്ക് തലതിരിച്ചു പിടിച്ച് കർസേവക്കാരന് മുരളി മനോഹർ ജോഷിക്ക്, LK അദ്വാനിക്ക്, ഉമാഭാരതിക്ക് ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളിലേക്ക് കടന്നു കയറാനുള്ള കോണി എടുത്തു വെക്കാൻ ആജ്ഞ കൊടുത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാണ്. അന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ കോൺഗ്രസിന്റെ കൂടെ മുസ്ലിം ലീഗ് അധികാരത്തിലാണ്. അന്നത്തെ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബ് പറഞ്ഞു, കോൺഗ്രസ് ആണ് പള്ളി പൊളിച്ചതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം. കോൺഗ്രസിനെ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സമുദായത്തിന്റെ പ്രതിഷേധം അറിയിക്കാൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബിനെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ 20 കോടി വരുന്ന മുസ്ലിം ജനസാമാന്യത്തിന്റെ ഹൃദയ വികാരത്തെക്കാൾ വലുത് ഞങ്ങൾക്ക് ഈ കേരളത്തിലെ 4 അധികാരത്തിന്റെ എപ്പക്കഷ്ടമാണെന്ന് പറഞ്ഞ് കറിവേപ്പില പോലെ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ആ പാർട്ടിയാണ് കോഴിക്കോട് കടപ്പുറത്ത് പ്രകടനം നടത്തിയിട്ട് ഇടതുപക്ഷത്തിന് നേരെ കുതിര കയറാൻ വേണ്ടി വരുന്നത്.